ഹായ്, നമസ്കാരം. എൻ്റെ പേര് റോജി. ഇതെൻ്റെ ഒരു ആദ്യത്തെ വീഡിയോ ആണ്. ഈ ചാനലിൻ്റെ പേര് ചായ് ടോക്സ്. അപ്പോൾ നിങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ട്, എന്താണ് ഈ ചായ് ടോക്സ്? ചായ് ടോക്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചായക്കടയ്ക്ക് ചെല്ലുമ്പോൾ അപ്പോൾ അവിടെ പലവിധ വിഷയങ്ങൾ കടന്നു വരുന്നതായിരിക്കും. അവിടെ പല ടൈമിലും പൊളിറ്റിക്സ് ആയിരിക്കും, പല അവസരത്തിൽ സിനിമയെ പറ്റിയായിരിക്കും, പല സമയം കായികമായിരിക്കും. അപ്പോൾ അങ്ങനൊരു ആശയം മുതലെടുത്തിട്ടാണ് ഞാൻ ഇങ്ങനൊരു ചാനൽ പേരിട്ടത് ചായ് ടോക്സ് എന്ന്. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, കാരണം വളരെയേറെ ആദ്യം ഞാൻ ഓർത്തു ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടണോ, അദ്ദേഹത്തെ പറ്റി പറയണോ. പിന്നെ ഞാൻ ഓർത്തു ഒന്ന് സംസാരിച്ചേക്കാം എന്താണ് കാര്യങ്ങൾ. സഞ്ജുവിനെ പ്രധാനപ്പെട്ട ഞാൻ പറയാൻ പോകുന്നത് സഞ്ജുവിനെ പറ്റിയാണ്. സഞ്ജുവിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെല്ലാം ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നതും അതുപോലെ തന്നെ ഇനി നല്ല വളർന്നു വരുന്ന ഒരു കായിക, അതായത് പ്രത്യേകിച്ച് വേൾഡ് കപ്പ് അടുത്ത് വരുന്ന T20 വേൾഡ് കപ്പിൽ ഒരു മലയാളി എന്ന രീതിയിൽ ഒരു വ്യക്തി വരുന്നത് നമുക്കെല്ലാം ഒരു അഭിമാനം എന്നുള്ള രീതിയിലേക്ക് ഒരു വ്യക്തി. ഇതിനു മുമ്പ് പല കളിക്കാരും വന്നിട്ടുണ്ട്, ടിനിയോ, ഞാൻ അവരവരൊക്കെ വന്നിട്ടുണ്ട്, ശ്രീശാന്ത് വരെ വന്നിട്ടുണ്ട്. പക്ഷേ സഞ്ജു ദ ബോയ് നെക്സ്റ്റ് ഡോർ എന്നൊരു വ്യക്തിയെ പോലെ വേറെ ആരും വന്നിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തെ നമ്മൾ നമ്മുടെ ഒരു ഇതായിട്ട് കണ്ടുകൊണ്ട് അയ്യോ എന്താണ് കളിക്കാത്തത്, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹം വന്നു പോയി എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഞ്ജുവിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ശുഭ്മാൻ ഗിൽ എന്നൊരു അവരുടെ ഒരു നെക്സ്റ്റ് ലെവൽ പ്ലെയറാണ് ഇന്ത്യൻ ടീമിൻ്റെ. അദ്ദേഹത്തെ മാറ്റിയിട്ടാണ് സഞ്ജുവിനെ കൊണ്ട് പ്രതിഷ്ഠിച്ച് സഞ്ജുവിന് ഓപ്പണിംഗ് സ്ഥാനം കൊടുത്തത്. പക്ഷേ സഞ്ജു അത് ശരിക്കും മുതലെടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ലാസ്റ്റ് കളി സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള കളിയിൽ അതിഗംഭീരമായി കളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫുട് വർക്കായാലും കാര്യങ്ങളായാലും ഷോട്ട്സ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് അത്രയും കോൺഫിഡൻസ്, നമുക്ക് എന്തൊക്കെ എല്ലാവർക്കും കളിക്കാനറിയാം, പക്ഷെ നമുക്ക് പറയാം, ഫുട് വർക്കും കാര്യങ്ങളും ഒരു കോൺഫിഡൻസ് ലെവൽ, എന്ത് ബോൾ കളിക്കണമെങ്കിലും ഒരു കോൺഫിഡൻസ് ലെവലുമാണ് അദ്ദേഹത്തിന്. അത് അന്ന് ആ കളികളിൽ നമ്മൾ കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ന്യൂസിലാൻഡിലേക്ക് T20 വേൾഡ് കപ്പിലും സഞ്ജുവിനെ പരിഗണിച്ചത് തന്നെ. പക്ഷേ നമ്മൾ പിന്നെ കണ്ടത് എന്താണ് പറയുക, ന്യൂസിലാൻഡിലെ ടീമുമായിട്ട് വന്നപ്പോൾ അദ്ദേഹം എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് ഈ പറഞ്ഞ പോലെ സൂര്യകുമാർ യാദവ് പറഞ്ഞ പോലെ, ഞാൻ ഔട്ട് ഓഫ് ഫോം അല്ല, ഔട്ട് ഓഫ് റൺസ് ആണ്. എല്ലാവരും പറയുന്നു സഞ്ജു സാംസൺ ഔട്ട് ഓഫ് ഫോമാണ്. എനിക്ക് തോന്നുന്നില്ല, ഔട്ട് ഓഫ് റൺസ് തന്നെയാണ് അദ്ദേഹം. ഫസ്റ്റ് 2 കളികളിൽ ശ്രദ്ധിച്ചാൽ അറിയാം, അദ്ദേഹം അഭിഷേകിൻ്റെ രീതിയിൽ കളിക്കാൻ നോക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ഷോട്ട്സ് ആയാലും ഫസ്റ്റ് കളികളെ ആദ്യത്തെ ഒരു 4ഉം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ടച്ചും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അഭിഷേകിൻ്റെ തൊട്ട് എയറിലേക്ക് കടക്കാൻ, നമുക്ക് ഒരു കാര്യം, നമ്മളൊരു സെറ്റിലാണ് സഞ്ജു അഭിഷേകും അല്ല, അത് അങ്ങനത്തെ ഒരു പ്ലെയറേ അല്ല. പക്ഷേ എന്നിട്ടും അഭിഷേകിനെ പോലെ കളിക്കാൻ നോക്കുന്നതാണ് സഞ്ജുവിന് ഒരു പോരായ്മയായിട്ട് തോന്നിയത്. അദ്ദേഹം സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5-10 ബോളൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഏത് ലെവലിലേക്ക് കളി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലെയറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തിരുവനന്തപുരത്തുള്ള കളികളും അന്ന് സൂര്യകുമാർ ടോസ് എടുത്ത് ചെയ്തപ്പോഴും പറഞ്ഞു, ഡോണ്ട് വറി, സഞ്ജു കളിക്കുന്നത് നമ്മളെല്ലാവരും ആഗ്രഹവും, നമ്മൾ അതുവരെ പ്രതീക്ഷിച്ചത് സഞ്ജു കളിക്കത്തില്ലെന്ന്. പക്ഷേ അന്ന് സഞ്ജു കളിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ സ്വന്തം ഗ്രൗണ്ട് കളിക്കുമ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ കോൺഫിഡൻസ്, നമ്മുടെ നാട്ടുകാരാണ്, അദ്ദേഹം കുറച്ച് സമയം ചിലവഴിച്ചിരുന്നെങ്കിലും, അധികമൊന്നും വേണ്ട, താൻ ഫോമിലെന്ന് അറിയായിരുന്നെങ്കിലും അദ്ദേഹം ഒരു 5-8 ബോൾ നിന്ന് നോക്കി ഗ്രൗണ്ട് ഷോട്ട്സിലേക്ക് കൂടുതൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇച്ചിരി നല്ലതായിട്ട് ഫോം വീണ്ടെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല ചിന്തിച്ചത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം എപ്പോഴും ചിന്തിക്കുന്നത്, സഞ്ജു സാംസൺ എപ്പോഴും ചിന്തിക്കുന്നത് 6ആണ് ഇനി എൻ്റെ ഒരു കംഫർട്ട് ലെവൽ, 6ലേക്ക് പോകുമ്പോഴാണ് ഞാൻ ഫോമിലാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നത്. അങ്ങനെ എനിക്കറിയില്ല, അവരൊക്കെ വലിയ കളിക്കാരാണ്. എന്നാലും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം കുറച്ചുകൂടെ നിന്നിരുന്നെങ്കിൽ, സ്റ്റാൻഡ് ചെയ്തിരുന്നെങ്കിൽ. ഇപ്പോൾ സൂര്യകുമാറിനെ കണ്ടില്ലേ, അദ്ദേഹം കഴിഞ്ഞ കളികളിലൊക്കെ ഒരു കളിയിൽ അദ്ദേഹം ഒത്തിരി നിന്നു, അതായത് ഒരു 10-15-20 ബോളോളം അദ്ദേഹം നിന്നു. 10 ബോളെ 10 റൺസ്, 11 ബോളെ 15, അങ്ങനെയുള്ള രീതിയിൽ. പിന്നെ അദ്ദേഹം ടച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തുമാത്രം അടിച്ച് നല്ല സ്കോറിംഗ് റേറ്റിലാണ് അദ്ദേഹം പോകുന്നത്. അതുപോലെ സഞ്ജുവിനും പറ്റുമായിരുന്നു. ഇനിയും നമുക്ക് കൂടുതൽ പറയാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ഫുട് വർക്ക് ഒന്നുകൂടെ ശരിയാക്കണം. കാരണം ഇപ്പോൾ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പൊസിഷനായാലും, ആ പൊസിഷനിൽ അന്ന് കമൻറ്റേറ്റേഴ്സ് എല്ലാം പറയുന്നുണ്ട്, അത് അദ്ദേഹത്തിന് ബാറ്റ് വെക്കുന്നത് പോലും ലെഫ്റ്റ് സൈഡിലോട്ട് കളിക്കണം, അല്ലെങ്കിൽ ഓൺ സൈഡിലോട്ട് കളിക്കണം എന്നൊരു ഉദ്ദേശം വെച്ചുകൊണ്ട്, അതൊരു ബോളിനെ നമ്മളൊരു ബോൾ ഓഫ് സൈഡിലാണോ, മിഡ് സ്റ്റമ്പിലാണോ, ലെഗ് സ്റ്റമ്പിലാണോ വരുന്നതെന്നറിയാതെ എങ്ങനെ നമുക്കത് കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാലും അദ്ദേഹം അതിലാണ് അത് തന്നെ കണ്ട ആദ്യത്തെ ഫസ്റ്റ് ബോളിൽ തന്നെ അദ്ദേഹം
എഡ്ജ് എടുത്ത് പോവുകയായിരുന്നു. എഡ്ജ് അത് കീപ്പറിൻ്റെ അടുത്ത് സ്ലിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സ്ലിപ്പിൻ്റെ കയ്യിൽ ചെന്നേനെ. പക്ഷേ അത് പിന്നത്തെ ബോളും എഡ്ജ്. അദ്ദേഹം അതുകൊണ്ട് സ്റ്റാൻസ് തന്നെ ശരിയാകുന്നില്ല. അദ്ദേഹം ഔട്ട് ഓഫ് കോൺഫിഡൻസിലായിരുന്നു. ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം T20 ഇനിയും സ്നേഹ മത്സരങ്ങൾ വരുന്നുണ്ടെന്ന് USA ആയിട്ടും സൗത്ത് ആഫ്രിക്കയായിട്ടും. അദ്ദേഹത്തിന് ഒരു ചാൻസ് കൂടെ ഉണ്ട്. കാരണം ഇന്ത്യൻ ടീമിനും അറിയാം അദ്ദേഹം നല്ലൊരു പ്ലെയറാണ്. പക്ഷേ ഇന്ത്യൻ ടീം ബാക്കി എല്ലാവരെയും പറ്റി പറയുമ്പോൾ അദ്ദേഹം ടീം സെറ്റാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇഷാൻ കിഷനും അഭിഷേക് കൂടെ ഓപ്പണിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു തുടക്കത്തിലേക്ക്. കാരണം രണ്ടും അടിച്ച് കളിക്കുന്നവരാണ്. ഇഷാൻ കിഷനൊക്കെ ടോപ്പ് ലെവൽ ഫോമിലാണ്. അദ്ദേഹത്തെ നമുക്ക് ഇനിയും ഒഴിവാക്കുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കാനേ പറ്റുകയില്ല. അതുപോലെ തന്നെ പിന്നെ തിലക് വർമ്മ ഒരു എന്താണ് പറയുക, ഒരു കളി ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഏഷ്യ കപ്പിൽ അത് കണ്ടതാണ്. അദ്ദേഹം നിന്ന് കളിച്ച് ആ കളിക്ക് ജയിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനി ആ ടീമിലേക്ക് സഞ്ജുവിന് എത്രമാത്രം വരാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ സഞ്ജു ഉറപ്പായിട്ടും വരുമെന്ന് ഞാനും ആശിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാം ഇനി സഞ്ജുവിൻ്റെ നല്ല കഴിഞ്ഞ കളികളിൽ അദ്ദേഹം സെഞ്ചുറി കഴിഞ്ഞ സീരീസിലൊക്കെ പോയ പോലെ ബംഗ്ലാദേശുമായിട്ടും സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള അധികം സെഞ്ചുറികൾ അടിച്ചതുപോലെ ഇനിയും അടിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ലെവലും അദ്ദേഹത്തിൻ്റെ ചെറിയ പിഴവുകളൊക്കെ തിരുത്തി അദ്ദേഹം കോൺഫിഡൻസിലാണല്ലോ എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അത് തിരിച്ചു വരുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു.